നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ധാരാളം വൈറൽ പനികളാണ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അഭ്യർത്ഥന ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് സാധാരണക്കാരുടെ അടുത്താണ്. അതായത് ആശാ വർക്കേഴ്സ്, അതുപോലെ എല്ലാ വാർഡ് കൗൺസിലർമാർ, വാർഡ് മെമ്പർമാർക്ക് അടുത്തുള്ള ഒരു അഭ്യർത്ഥനയായിട്ട് കരുതിയാൽ മതി. അപ്പോൾ ഇതിൽ നമ്മുടെ ചുറ്റും പ്രദേശത്തുള്ള സാധാരണക്കാർക്ക് പനി വരുന്നുണ്ട്, അവരുടെ കുട്ടികൾക്ക് പനി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നല്ല ടെമ്പറേച്ചർ 102 ഒക്കെ ആകുമ്പോഴത്തേക്കും പേടിക്കുന്നു, ഡെങ്കു ആണോ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഡെങ്കു വന്ന് മരിച്ചു. അപ്പോൾ ഇത് ഡെങ്കു അവിടെ അവർ ഏതെങ്കിലും ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ, പനിയുടെ തലവേദന, ശരീരവേദനയുണ്ട്, വയറുവേദന, അല്ലെങ്കിൽ ഛർദിലോ മലത്തിൻ്റെ കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനെയൊക്കെ കുറേ വിഷയങ്ങൾ. ചിലർക്ക് ഛർദിൽ വരും. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ഇതെല്ലാം ഡെങ്കുവിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഏത് വൈറൽ പനിയാണെങ്കിലും, കാരണം ധാരാളം വൈറൽ പനികൾ ഇപ്പോൾ ഉണ്ട്. ഡെങ്കു ഇല്ലയെന്നില്ല, ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ കൊതുക് വഴിയൊക്കെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സാധാരണക്കാർ, അതായത് ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. അവർക്ക് ഈ ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ ഈ ഭീമമായ തുക ടെസ്റ്റുകൾക്കും അല്ലെങ്കിൽ മറ്റ് ചികിത്സയ്ക്കും വേണ്ടി വരുന്നുണ്ട്. കാരണം മിക്ക പ്രൈവറ്റ് ആശുപത്രികളും അവരെങ്ങനെയെങ്കിലും ഒരാളിനെ കിട്ടിയാൽ അഡ്മിറ്റ് ചെയ്യിക്കുക, ഒരു 3-4 ദിവസം അവിടെ കിടത്തുക, അതുവഴി അവർക്കൊരു 10-25,000 രൂപ അല്ലെ മിനിമം. അവർ ഏത് ഗ്രാമത്തിലാണെങ്കിൽ പോലും 25,000 രൂപ ഒരു പ്രൈവറ്റ് ആശുപത്രി പോയി ഒരു പനിക്ക് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ സാധാരണ കുടുംബങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കാം. അത് നിങ്ങൾക്ക് ആശാ വർക്കേഴ്സ് അല്ലെങ്കിൽ സാധാരണ കൗൺസിലർ മെമ്പേഴ്സിനൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊരു എളുപ്പമാർഗം, സുരക്ഷിതമായ മാർഗമാണ് ഞാൻ പറയുന്നത്. അതായത് എല്ലാ പനിയും ഡെങ്കു അല്ല. അതിന് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഡെങ്കു, അതും 7 ദിവസത്തിനുള്ളിലൊക്കെ ചെയ്യണം. 3-4 ദിവസം എടുക്കും അതിൻ്റെ ഇതൊക്കെ വരാനായിട്ട്, ലക്ഷണങ്ങളൊക്കെ വരാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇപ്പോൾ 1.5 ലക്ഷത്തിൽ താഴെ വന്നാലും, ഒരു 25,000 വന്നാലും 20,000 വന്നാലും അതൊരു 3-4 ദിവസം കൊണ്ട് തിരിച്ച് നോർമൽ ലെവലിലേക്ക് പോകും, ഒരു പ്രശ്നവും ഇല്ലാതെ. പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് പാലിക്കാത്തതാണ് മിക്കപ്പോഴും അപകട മരണങ്ങൾക്ക് കാരണമാകും. നിങ്ങൾക്കറിയാമല്ലോ, പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ ഫൈബ്രിനോജനൊക്കെ വേണം. അപ്പോൾ ഈ നമ്മുടെ രക്തം കട്ട പിടിക്കാതിരിക്കുമ്പോൾ എന്ത് പറ്റും? ബ്ലീഡിങ് വരും. അത് നമ്മൾ ആന്തരിക അവയവങ്ങളിലൊക്കെ ബ്ലീഡിങ് വന്നിട്ടാണ് ആളുകൾ മരിക്കുന്നത്. അത് വൃക്ക തകരാറാവാം, കരൾ തകരാറാവാം. കാരണം ഏറ്റവും കൂടുതൽ രക്തക്കുഴലുകളൊക്കെ ഉള്ള അവയവങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ അപകടങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഏത് പനി വന്നാലും നിങ്ങൾ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. നിങ്ങൾ പാരസെറ്റമോളും കഴിച്ചുകൊണ്ട് ജോലിക്ക് പോകരുത്, സ്കൂളിൽ കുട്ടികളെ വിടരുത്. ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അത് ഈ വലിയ ഉദ്യോഗസ്ഥർ, അത് വലിയ പഠിത്തമൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന, വിവരമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഉദ്യോഗസ്ഥർ, ഇവർ പോലും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജോലിക്ക് പോകാൻ വേണ്ടി കുട്ടികളിൽ പാരസെറ്റമോളും കൊടുത്ത് സ്കൂളിൽ അയക്കണം. ഇങ്ങനെയാണ് പലപ്പോഴും അപകടങ്ങൾ. എന്നിട്ട് ഹോമിയോ മരുന്നും എന്തെങ്കിലുമൊക്കെ കൊടുക്കും, ഒരു രക്ഷയില്ല, മരിച്ചു പോകും കുട്ടികൾ. എത്രയെങ്കിലും കുട്ടികൾ ഈ കിംസിലും അതുപോലെ ഇവിടെയുള്ള പ്രൈവറ്റ് ആശുപത്രികളിലും വെച്ച് മരിക്കുന്നുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതാണ്, നിങ്ങൾക്ക് ഈ നമ്മുടെ ശരീരത്തിൽ ഏത് വൈറസ് കയറിയാലും അതിനെ കീഴ്പ്പെടുത്താനുള്ള ഇമ്മ്യൂണിറ്റി നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഉണ്ട്. 95% ആൾക്കാർക്കുണ്ട്. പ്രത്യേകിച്ച് സാധാരണ വീടുകളിലെ മനുഷ്യർക്കുണ്ട്. കാരണം അമിതമായിട്ട് ഈ മറ്റ് ബേക്കറി ഐറ്റംസും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷലിപ്തമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാത്തവർക്ക്, സാധാരണ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് വാസ്തവം. അത്യാവശ്യം വ്യായാമമൊക്കെ ഉള്ളവർ, ഇപ്പോൾ പെയിൻറ്റിങ്ങിന് പണിക്ക് പോകുന്നവരോ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരോ അല്ലെങ്കിൽ സാധാരണ മറ്റ് തൊഴിലിനൊക്കെ പോകുന്നവർക്ക് അത്യാവശ്യം വ്യായാമമൊക്കെ ഉള്ളവരാണ്. അവർക്കൊന്നും ഒരു വിധത്തിലും പനി വന്ന് മരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് മരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പനി വരുമ്പോൾ ഇപ്പോഴുണ്ടാകുന്ന എല്ലാ വൈറൽ ഫീവറുകൾക്കും കാണുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണം വരും. ഒരു 2 ആഴ്ച നിൽക്കും ആ ക്ഷീണം മാറാൻ. പനി മാറിയാലും വീണ്ടും ഒരാഴ്ച എടുക്കും ആ ക്ഷീണം വിട്ട് മാറാനായിട്ട്. അപ്പോൾ
നമുക്ക് സ്വയം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ഷീണം മാറണമെങ്കിൽ ചിക്കൻ കഴിക്കണം, അല്ലെങ്കിൽ നല്ല ആഹാരം കഴിക്കണം. ഇതാണല്ലോ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ പറയുന്നത്. അപ്പം നമ്മൾ ധാരാളം ആഹാരം കഴിക്കും, വിശപ്പില്ലെങ്കിലും കഴിക്കും ക്ഷീണം മാറാനായിട്ട്. ഇതാണ് നിങ്ങളെ കൊല്ലുന്നത്, നിങ്ങളുടെ കുട്ടികളെ കൊല്ലുന്നത് ഇതാണ്. ഒരു കാരണവശാലും പനി വന്നാൽ ഒരു കാരണവശാലും വിശപ്പില്ലാതെ ആഹാരം കഴിക്കാൻ പാടില്ല, കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ പാടില്ല. അവർ ചത്തു പോകത്തില്ല. നിങ്ങൾ വെള്ളം മാത്രം കൊടുത്താൽ മതി. പനി വിടുന്നത് വരെ നിങ്ങൾ വെള്ളം മാത്രമേ കൊടുക്കൂ. പനി വിട്ടാലും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വെറും വെള്ളമോ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ വളരെ പൊടിയരി വല്ലതും അതും ചോദിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാവൂ. കുറച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 4-5 ദിവസം അങ്ങോട്ട് പനി വിട്ട് 4-5 ദിവസം കഴിയുമ്പോൾ അവർ ചോദിച്ച് വാങ്ങിക്കും. അപ്പോൾ നിങ്ങൾ കൊടുക്കുക. മുട്ടയോ ഇറച്ചിയോ പിന്നെ എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ അതുവരെ, അവർ ചോദിക്കുന്നത് വരെ നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾക്ക് പനി വന്നാൽ നിങ്ങൾ കഴിക്കരുത്. നിങ്ങൾ ക്ഷീണം വേറെ, വിശപ്പ് വേറെ. ഇത് ശാസ്ത്രീയമാണ്. ഇത് നിങ്ങളുടെ ശരീരം എന്ന് പറയുന്ന ഒരു വലിയ ലബോറട്ടറിയാണ്. ഇത് ബോധമില്ലാത്തൊരു സാധനമല്ല. നിങ്ങൾക്ക് ബോധമില്ലായിരിക്കാം, പക്ഷെ ശരീരത്തിന് നല്ല ബോധമുണ്ട്. നല്ലൊരു ഒന്നാന്തര, അത്രയും വലിയൊരു കമ്പ്യൂട്ടർ വേറെ കണ്ടുപിടിച്ചിട്ടില്ല മനുഷ്യൻ. ഈ അടുത്തൊന്നും കണ്ടുപിടിക്കാനും പോകില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഓരോ ലക്ഷണം, അതായത് പുറത്ത് കാണിക്കുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൻ്റെ ലാംഗ്വേജാണ്. ഒരു സൂപ്പർ കമ്പ്യൂട്ടർ എന്തൊക്കെ വേണമെന്ന് ഇങ്ങനെ ചോദിക്കുമല്ലോ, അതേപോലെ ഉള്ള ലാംഗ്വേജാണ് അത് നമുക്ക് വിശപ്പ്, ദാഹം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ലാംഗ്വേജിനനുസരിച്ച് ചോദിക്കുന്നത് മാത്രമേ നമ്മൾ ഇട്ടുകൊടുക്കാവൂ ഇതിനകത്തേക്ക്. ഇതൊരു മെഷീനാണ്. എതിരായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് അവിടെ താളം തെറ്റുന്നതും മരണങ്ങൾ സംഭവിക്കുന്നതും. അതുകൊണ്ട് ഏത് വൈറൽ ഫീവർ ആയിക്കോട്ടെ, നിങ്ങൾ പനി ഉള്ള സമയത്ത് ഭക്ഷണം ഒഴിവാക്കുക. നല്ല വിശപ്പ് വരുമ്പോൾ എന്തെങ്കിലും പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ പൊടിയരിക്കഞ്ഞി, അങ്ങനെ ലേശം കഞ്ഞിയോ, അത് നല്ല വിശപ്പുണ്ടെങ്കിൽ മാത്രം. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 20,000 താഴെ പോലും നിന്നാൽ, ഈ നിങ്ങളുടെ കൗണ്ട് താഴെ നിന്നാൽ പോലും, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് താഴെ നിന്നാൽ പോലും അത് ഒരു 4-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് അത് തിരിച്ചു കയറി വരും. നിങ്ങളൊന്നും ഭയപ്പെടണ്ട. പക്ഷേ പനിയുള്ളപ്പോൾ റെസ്റ്റ് ചെയ്യണം. നിങ്ങൾ പാരസെറ്റമോൾ കഴിച്ച് ജോലിക്ക് പോയാൽ ആന്തരിക അവയവങ്ങളിൽ ബ്ലീഡിങ് വരും, മരിക്കും, ഉറപ്പാണ്. കുട്ടികൾ കളിക്കാൻ പാരസെറ്റമോൾ കഴിച്ച് നിങ്ങൾ സ്കൂളിൽ വിട്ടാൽ മരണം ഉറപ്പാണ്. അതുകൊണ്ട് പനി വന്നാൽ വീട്ടിൽ കിടക്കുക, റെസ്റ്റ് എടുക്കുക, വെള്ളം മാത്രം കുടിക്കുക. ക്ഷീണം വരും, ആഹാരം കഴിക്കാതിരിക്കുക, ഡെഫിനറ്റ്ലി മാറും. പിന്നെ നിങ്ങൾക്ക് ഭയം കാണും, കാരണം നിങ്ങൾ കേൾക്കുന്ന ന്യൂസുകളും കാണുന്നതും എല്ലാം അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫീവർ ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്. വളരെ ചെറിയ ചിലവിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി ഇവിടെ ചികിത്സ, ഏത് പനിയായിക്കോട്ടെ, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ തുടക്കത്തിലേ വന്നാൽ ടെസ്റ്റുകളെല്ലാം ചെയ്യും. പക്ഷേ അത് നിങ്ങൾക്ക് ഗവൺമെൻറ് ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് സുരക്ഷിതമായി, നിങ്ങളുടെ കുട്ടികൾക്ക് സുരക്ഷിതമായി തിരിച്ചു മടങ്ങിപ്പോകാൻ കഴിയും. അതിന് ഒരു ഫീവർ ക്ലിനിക്ക് ഈ ഡയബറ്റീസ് റിവേഴ്സൽ സെൻ്ററിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുള്ള വിവരം ആശ വർക്കേഴ്സിനെയും നമ്മുടെ കൗൺസിലേഴ്സിനെയും ഞാൻ വിനീതപരമായി അറിയിക്കുകയാണ്. നിങ്ങളിത് ഉപയോഗപ്പെടുത്തുക. ഇവിടെ വലിയ പിടിച്ചുപറിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഫീസ് ഉണ്ടാവും. കാരണം ഇത് ഗവൺമെൻറ് സ്ഥാപനമൊന്നുമല്ല, എൻ്റെ ജീവിതമാർഗം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഫീസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു പനിക്ക് പോയി അഡ്മിറ്റായി 25,000 രൂപ 50,000 രൂപയൊന്നും ചിലവാക്കേണ്ടി വരില്ല. ചെറിയ ഫീസായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാക്കാം, സുരക്ഷിതമായി നിങ്ങൾക്ക് തിരിച്ചു പോകാം. അതോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബോണസ് കൂടിയുണ്ട്. നിങ്ങൾക്ക് പാസീവ് ഇമ്മ്യൂണിറ്റി കൂടും. അതായത് അടിക്കടി അസുഖം വരില്ല. കുട്ടികൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അടിക്കടി അസുഖം വരില്ല. അത് മറ്റു കുട്ടികൾക്ക് പനി വന്നാലും ഇവരെ ബാധിക്കാതിരിക്കും. അപ്പോൾ അതിനുള്ളൊരു ട്രെയിനിങ്ങും കൂടെ തരുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മകളിലോ ഒക്കെ ക്ലാസ് എടുക്കാൻ സൗജന്യമായിട്ട് വരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ എനിക്കൊരു ലെറ്റർ തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വന്ന് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഉത്തരവാദിത്തമുള്ള, ലൈസൻസുള്ള, ഒരു 10-25 കൊല്ലമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറാണ്. പിന്നെ മാത്രമല്ല, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എൻ്റെ ഭാര്യ ഇതെല്ലാം ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്.
ഞങ്ങൾക്ക് ഇത് ഈ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവുമില്ല ആരോഗ്യത്തിന്. എൻ്റെ അത്രയും പ്രായമുള്ള എൻ്റെ സഹപ്രവർത്തകർ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, വലിയ വലിയ ആൾക്കാർ, എൻ്റെ കൂടെ പഠിച്ചവർ, അവരെല്ലാം തന്നെ ഒരു കൈപ്പിടി നിറയെ ഡെയിലി മരുന്ന് കഴിക്കുന്നവരാണ്. പക്ഷേ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആർക്കും തന്നെ ഒരു മരുന്നും കഴിക്കേണ്ടി വരുന്നില്ല. നല്ല ആരോഗ്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി വളരെ ചെറിയ ചിലവിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ ചിലവ്, പെട്രോളാണെങ്കിലും ഇലക്ട്രിസിറ്റി ആണെങ്കിലും സാധനങ്ങൾക്കെല്ലാം തീവിലയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മളെ രക്ഷിക്കാൻ ഗവൺമെൻറ്റോ ഭരണഘടനയോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ സ്വയം നമ്മളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചിലവിൽ ജീവിച്ചു പോകാൻ നമുക്ക് കഴിയണം. വലിയ തിമിംഗലങ്ങളുടെ വായിൽ അകപ്പെടാതെ ഒതുങ്ങി കഴിയാൻ ശ്രമിക്കണം. അപ്പോൾ ഇത് എല്ലാവരോടും ഉള്ള അഭ്യർത്ഥനയാണ്. അതുകൊണ്ട് ഇത് പ്രയോജനപ്പെടുത്തുക എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഒന്നുകൂടി ആവർത്തിച്ച് ഒരു സഹോദരൻ്റെ അടുത്ത് സ്നേഹത്തോടു കൂടി പറയുകയാണ്. പ്രയോജനപ്പെടട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.